ഹലോ എവരിവൺ, ഹലോ, വെൽക്കം ടു ട്രാവൽ ടിപ്സ്. നമ്മുടെ എക്സ്പ്ലോർ ഇന്ത്യ 2024 മറ്റൊരു പുതുതന്നെ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഫ്രം പുരി ടു വിശാഖപട്ടണം. and we are in an amazing place where ഒരുപാട് അമ്പൽക്കുളങ്ങളൊക്കെ ഉള്ള സ്ഥലം. ഞങ്ങൾ ഇറങ്ങിയത്തേക്ക് എനിക്ക് അമ്പലൊക്കെ പഠിച്ചു തന്നിട്ടുണ്ട്. ഒരു രക്ഷയില്ലാത്ത സ്ഥലമാണ് സംഭവം. പുരിയിൽ നിന്ന് വിശാഖപട്ടണത്തേക്കുള്ള മെയിൻ ഹൈവേ കയറുന്നതിന് മുന്നേ ഒരു 40 കിലോമീറ്റേഴ്സ് ഗ്രാമവഴികളിലൂടെയുള്ള യാത്രയാണ്. അപ്പൊ നമുക്ക് ഗ്രാമ കാഴ്ചകളും അതിനുശേഷം ഹൈവേ കാഴ്ചകളും കണ്ട് വിശാഖപട്ടണത്തേക്ക് പോവാം. ഓക്കെ, ഇപ്പൊ സമയം ഏകദേശം 7 മണി. നമ്മള് പുരിന്ന് വിശാഖപട്ടണത്തേക്ക് സ്റ്റാർട്ട് ചെയ്യണം. ഇവിടെ രാവിലെ എല്ലാവരും ബീച്ചിലൊക്കെ കുളിച്ച് അമ്പലത്തേക്ക് പോകുന്നുണ്ട്. ഈ റോഡിനാണ് മറൈൻ ഡ്രൈവ് റോഡ് എന്ന് പറയാം. ഇത് അത്യാവശ്യം ഒരു 3 കിലോമീറ്റർ ആണെന്ന് തോന്നുന്നു. 2-3 കിലോമീറ്റർ നമുക്ക് ബീച്ച് സൈഡിൽ കുറച്ച് തന്നെ ഡ്രൈവ് ചെയ്യാം. നമ്മള് പുരി ടു വിശാഖപട്ടണം പോകുമ്പോ നമ്മള് മെയിൻ NH കയറുന്നതിന് മുന്നേ ഉള്ളൊരു റോഡാണ് ഇത്. പുരി ടു NH-16 ആണ് നമുക്ക് കയറേണ്ടത്. കൊൽക്കത്ത ചെന്നൈ ഹൈവേ ആദ്യം കയറണം. ഈ റോഡ് അടിപൊളിയ. അതിന് സൈഡിൽ മുഴുവൻ വയൽ പാടം. 40 കിലോമീറ്റർ ഗൂഗിള് നമ്മളെ ഒരു ഗ്രാമത്തിൽ കൂടെയാണ് കൊണ്ടുപോകുന്നത്. വേറെ ഓപ്ഷൻ ഇല്ല വഴി. ലാൻഡ്സ്കേപ്പ് ഒക്കെ കേരളം പോലെ ഒക്കെ ഉണ്ടല്ലേ, പക്ഷെ ആൾക്കാരൊക്കെ ഭയങ്കര ഡിഫറെന്റ് ആണ്. നമ്മൾ കാണാത്തൊരു സാധനം എന്താ വെച്ചാൽ, നമുക്ക് കാണാത്തതല്ല, ഇപ്പൊ ഒരുപാട് പേര് സൈക്കിളുകൾ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ എല്ലാരും 6 പാക്ക് ആണ്, പണിയെടുത്ത് ജീവിക്കുന്ന ചെറുതാ, ഹാർഡ് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് തോന്നുന്നത്. നല്ലത് നോക്കിയ ചേട്ടനൊക്കെ സൈക്കിൾ എടുത്ത് പോകുന്നത്. ഈ ഒരു ഏജിലുള്ളവരൊന്നും നമ്മുടെ നാട്ടിലിപ്പോ സൈക്കിള് ഉപയോഗിക്കുന്നതായിട്ട് കാണാറില്ല. ഇവിടെ സൈക്കിൾ റിക്ഷയൊക്കെ ഒരുപാടുണ്ട്. സൈക്കിൾ റിക്ഷ ഒരുപാടുണ്ട്. ഇന്ന് സൈക്കിളുകള് ഒരു വണ്ടിയുണ്ട്, ഒരു വണ്ടി ഉപയോഗിക്കുന്ന ഒരുപാട് പേരുണ്ട്. പണ്ടൊക്കെ ഉണ്ടായിരുന്നു നമ്മുടെ നാട്ടില്. ഇവിടെ ഇഷ്ടംപോലെ അമ്പലൊക്കെ കണ്ടിട്ടാ. നല്ല ഗ്രാമവഴിയാണ്, പക്ഷെ എനിക്ക് തോന്നുന്നത് ഗൂഗിള് ചുറ്റിച്ചതാണോ എന്ന ഡൗട്ടുണ്ട്. വേറെ വഴിയൊന്നും കണ്ടായിരുന്നില്ല അല്ലേ. 40 കിലോമീറ്റർ ഈ റോഡാണ്. നമ്മൾ റോഡ് സൈഡിൽ നിർത്തിയതാണ്. ഇവിടുത്തെ കാഴ്ച ഇതാണ് കണ്ട. ഇത് വലിയ ഇതൊക്കെ പാടങ്ങളാണ് തോന്നുന്നുണ്ട്. ഫുള്ള് അമ്പല. എന്താ ഭംഗിയില്ലേ. എല്ലാം നല്ല വൈറ്റ് വെള്ള അമ്പലം. അങ്ങനെ നോക്കത്താ ദൂരത്തോളാണ് കേട്ടോ. ഫുള്ള് അമ്പല. നൈസ്ലേ. നമ്മൾ NH-16 കയറി. ഇതാണ് കൊൽക്കത്ത ചെന്നൈ ഹൈവേ. ഇതിൽ തന്നെയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം കൊൽക്കത്തയിൽ നിന്ന് വന്നത്. എന്നിട്ടൊരു ഡീറ്റൂർ എടുത്ത് പുരി പോയി. ഇപ്പൊ ഇത്രയും നേരം നമുക്കൊരു 40 കിലോമീറ്റർ ഡീറ്റൂർ കഴിഞ്ഞ് നമ്മൾ വീണ്ടും NH-16 കയറിയിരിക്കുകയാണ്. ഇനി തന്നെയായിരിക്കും തോന്നുന്നു മോസ്റ്റ് ഓഫ് ദ ജേർണി. മലകളല്ലേ, കാട് പോലെ നല്ല മരങ്ങളൊക്കെ തിക്ക് ഫോറസ്റ്റ്. നല്ല രസം. നമ്മളങ്ങനെ ചിൽക്കാർ ലേക്കിന്റെ അവിടെ എത്തി. നമ്മൾ കുറേ നേരമായി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കേണ്ട അന്വേഷിച്ചായിരുന്നു. ലാസ്റ്റ് നമുക്ക് ചിൽക്കാർ ലേക്കിന്റെ അടുത്തൊരു കട കിട്ടി. ഇവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്തൊക്കെയാണെന്ന് അറിയോ? വട, ബജ്ജി, പൂരി സാധനങ്ങളൊക്കെയാണ്. എല്ലാത്തിനും 5 രൂപ. ടേസ്റ്റ് ഒക്കെ ഉണ്ട്. എല്ലാത്തിനും 5 രൂപ ഉള്ളു. ഞാൻ ഒരുപാട് പഴയ കാലം ഓർത്തു പോയി. കാരണം എന്താണെന്ന് വെച്ചാല് സ്കൂൾ പഠിക്കുന്ന സമയത്താണ് 5 രൂപയ്ക്കൊക്കെ കടി കഴിച്ചത് ഓർമ്മ അല്ലേ? 5 രൂപയ്ക്ക് നമ്മള് സ്കൂൾ പഠിക്കണം. എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ 2.5 രൂപയ്ക്ക് എനിക്ക് ഞങ്ങളുടെ സ്കൂളിലൊരു ക്യാൻറ്റീൻ ഉണ്ടായിരുന്നു. അപ്പോൾ
മെയിനായിട്ട് ഇൻ്റർവെല്ലിനുള്ള പരിപാടി എന്താണെന്ന് വെച്ചാൽ പോയി മുട്ട ബജ്ജി കഴിക്കലാണ്. അന്ന് 2.5 രൂപയ്ക്ക് മുട്ട ബജ്ജി കഴിച്ചത് എനിക്ക് ഓർമ്മയുണ്ട്. അതിനുശേഷം അത് 5 ആയി. ഇപ്പോൾ 15 രൂപ 20 രൂപയൊക്കെ ഉണ്ട് നാട്ടിൽ മുട്ട ബജ്ജിക്ക്. നാട്ടിലല്ല, ബാംഗ്ലൂര് 15 രൂപയൊക്കെ വാങ്ങുന്നുണ്ട്. ഇവിടെ ഇപ്പോഴും 5 രൂപയേ ഉള്ളൂ. എന്തായാലേ നമ്മളിപ്പോൾ ഉള്ളത് ചിൽക്ക ലേക്കിലാണ്. ഇവിടെ വന്നപ്പോൾ ഇവിടെ ചേട്ടൻ വല വീശുന്നുണ്ട്. ഇതാണ് വീശുവല. മീനുണ്ടോ നോക്കാം നമുക്ക്. ചേട്ടാ അങ്ങോട്ട് ഇറങ്ങി പോകണ്ടല്ലേ, ബട്ടുമായി ചേട്ടനൊന്നും കിട്ടിയില്ല. പക്ഷെ ഇവിടെ ബാഗിൽ കുറച്ച് മീനൊക്കെ ഉണ്ട് കേട്ടോ. ഒരു വലിയ കരിമീനുണ്ട്. പിന്നെ ഏതൊക്കെയോ 1-2 മീനുകളുണ്ട്, കൊഞ്ചൊക്കെ ഉണ്ട്. സോ ഇതാണ് ചിൽക്ക ലേക്ക്. ആക്ച്വലി നല്ല വലിയ ലേക്ക് കേട്ടോ. ഇവിടെ ഒരുപാട് കുറച്ച് ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനൊക്കെ ഉണ്ട്. ഇവിടെ വിന്ററിൽ വന്നു കഴിഞ്ഞാൽ ഈ ലേക്കിൽ ഡോൾഫിൻ ഉണ്ടാവും എന്നാ പറയുന്നത്. വലിയ ലേക്കാണ്. ഇത്ര അടുത്തൊന്നും ഡോൾഫിൻ ഉണ്ടാവില്ല, ഒരുപാട് ദൂരം പോകണം. കുറച്ചധികം ദൂരം പോകണം. ഇത് ഒരുപാട് വലിയ ലേക്ക്. തണുപ്പായി വെച്ചാൽ ഡോൾഫിൻ മോളിക്ക് വരുന്നതാണ്. ഇപ്പൊ നമ്മള് പോയാലും നമുക്ക് ഡോൾഫിനെ കാണാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് പിന്നെ കുറച്ച് എക്സ്പെൻസീവ് ആണ്. 2,000 രൂപ ഒക്കെ ഉണ്ട്. നമുക്ക് ഇവിടെ 1-2 പോയിന്റ്സ് അവർ കാണിക്കും. പിന്നെ കുറച്ച് സമയം, ഒരു 2.5 മണിക്കൂറോളം സമയം എടുക്കുകയും ചെയ്യും. നമുക്ക് തൽക്കാലം സമയം അത്ര ഇല്ല വേസ്റ്റ് ചെയ്യാൻ. പിന്നെ നമ്മൾ പോയിട്ട് അവർ തന്നെ പറഞ്ഞു, പോയിട്ട് നിങ്ങൾ ഡോൾഫിനൊന്നും കാണാൻ പറ്റില്ല. 1-2 ടെമ്പിള് സംഭവങ്ങളൊക്കെ ഉണ്ട്, അത് മാത്രമേ ഇപ്പോൾ കാണാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ തൽക്കാലം എന്തായാലും ടൈം വേസ്റ്റ് ചെയ്യുന്നില്ല. ജസ്റ്റ് ഇവിടെ എന്തായാലും സെറ്റ് ചെയ്തൊക്കെ നല്ല രസമുണ്ട് അല്ലേ. മൊത്തത്തിൽ നല്ല വൃത്തിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഇവിടുന്ന് ഫെറി സർവീസും ഉണ്ട്. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ചിൽക്ക ലേക്ക് എന്നുള്ളത് പുരിന്ന് ഇട്ട് നോക്കി കഴിഞ്ഞാൽ ലൊക്കേഷൻ കാണിക്കില്ല. ദർ ഈസ് നോ റൂട്ട് ഫൗണ്ട് എന്നാ കാണിക്കുക. അവരെന്താ കത്തിയുണ്ട് അല്ല, അതായത് നമ്മളിപ്പോ NH16 വരുന്നതുകൊണ്ടാണ് ഇവിടേക്ക് വന്നത്. വേറൊരു മെയിൻ പോയിന്റ് ഉണ്ട്, സത്പുര അങ്ങനെ എന്തോ ആണ് സ്ഥലത്തിന്റെ പേര്. അതാകുമ്പോ ഇതെങ്ങനെ വെച്ചാൽ ലേക്ക് NH16 റൈറ്റ് സൈഡ്, ലെഫ്റ്റ് സൈഡ് റോഡ് പോകുന്നുണ്ട്. അപ്പൊ ആ റോഡിലേക്കാണ് അത്. അതാണ് മെയിൻ പോയിന്റ്. പുരിന്ന് എല്ലാവരും അവിടെ നിന്ന് എല്ലാവരും കൊണ്ടുപോകുന്ന അവിടെ. അപ്പൊ ആ പോയിന്റിലേക്ക് പോകാം. അപ്പൊ പുരിന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ ചിൽക്ക ലേക്ക് നടിച്ച ഡെസ്റ്റിനേഷൻ അല്ലെങ്കിൽ ലൊക്കേഷൻ റൂട്ടൊന്നും വരില്ല. പുരി നോക്കുകയാണെങ്കിൽ സത്താപ്പടാന്ന് സെർച്ച് ചെയ്യണം. അതാണ് മേജർ പോയിന്റ്. പുരിന്നാണ് എല്ലാവരും അവിടേക്ക് പോയി. ഇതൊക്കെ അതിനിടയിലുള്ള ചെറിയ ചെറിയ പോയിന്റ്. ഇവിടെ ഇവരിങ്ങനെ കുറച്ചിങ്ങ് വാക്ക് വേ പോലെ അങ്ങ് നടക്കാനൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. പക്ഷെ ഇവിടെ നിന്നാണ് ബോട്ടുകൾ എൻട്രി ചെയ്ത് ഇവിടേക്കാണ് കയറി. അവിടെയാണ് മെയിനായിട്ടുള്ള ബോട്ട് ജെട്ടി. ഇവിടുത്തെ ബോട്ടുകളൊക്കെ നല്ല രസമുണ്ട് അല്ലേ. നമ്മുടെ ഷിക്കാരന്റെ കുറച്ച് വലിയ രൂപം. ഇതെല്ലാം ടാർപ്പായ വലിച്ച് കെട്ടിയതാണെന്ന് മാത്രം. ബോട്ട് ഇതാണ് ഇവിടുത്തെ ഫെറി സർവീസ് എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. ഇതിൽ കുറെ പേരൊക്കെ ഉണ്ടെങ്കിൽ ഷെയർ ചെയ്ത് പോകാനൊക്കെ അടിപൊളിയായിരിക്കും അല്ലേ. ഇവിടെ ലേക്ക് കണ്ടില്ലേ, ലേക്ക് അങ്ങ് കടല് പോലെ പരന്ന് കിടക്കാണല്ലേ. നല്ല രസമുണ്ട് കാണാൻ. ഏറ്റവും വലിയ അതായത് കടലിൽ നിന്ന് ഡോൾഫിൻ ഇങ്ങോട്ട് കയറുന്നതായിരിക്കും അല്ലേ തണുപ്പ് കാലത്ത്. നല്ല വ്യൂ ആട്ടോ ഇവിടെ. ഇവിടെ വേറൊരു കാര്യം ശ്രദ്ധിച്ചാ, ഇവിടുത്തെ ആകാശമൊക്കെ നോക്കിയേ, എന്ത് രസല്ലേ മേഘങ്ങള്. എന്നല്ല ഞാൻ പുരിയിലും ശ്രദ്ധിച്ചു ഇതേപോലെ മേഘങ്ങളൊക്കെ ഇവിടെ ഭയങ്കര നല്ല ഭംഗിയുള്ള ആകാശം. നല്ല രസമുള്ള മേഘങ്ങളും നല്ല ഭംഗിയുള്ള ആകാശം. പിന്നെ ഇവിടുത്തെ ലേക്ക് കണ്ടോ, ലേക്ക് ഒട്ടും പൊല്യൂട്ടഡ് അല്ല കേട്ടോ. നല്ല വെള്ളമാണ്, അടി വരെ കാണാൻ പറ്റും.
ഇവിടെ ആക്ച്വലി എല്ലാം നല്ല ഓർഗനൈസ്ഡ് ആണ് തോന്നുന്നു അല്ലേ? ഫെറി സർവീസും ഈ ബോട്ട് സർവീസും കാര്യങ്ങളെല്ലാം. അതുകൊണ്ട് ആരും നമുക്ക് എല്ലാവരും ടൂറിസ്റ്റ് സ്പോട്ടിൽ പോയാലും പ്രശ്നം എന്താ വെച്ചാ എല്ലാരും വന്ന് വെറുപ്പിക്കും, ഞങ്ങളുടെ കൂടെ വരും, ഞങ്ങളുടെ കൂടെ വരും, ഞങ്ങളുടെ കൂടെ. ഇവിടെ അങ്ങനെ പരിപാടി ഇല്ല. കാരണം എനിക്കാണ് ഇവര് എല്ലാം സ്റ്റാൻഡേർഡൈസ്ഡ് ആണ്, പ്രൈസ് എല്ലാം സ്റ്റാൻഡേർഡൈസ്ഡ് ആണ്. അതുകൊണ്ട് ആർക്കും ബാർഗെയിൻ ചെയ്യാനും പറ്റില്ല. അതേപോലത്തെ ക്യൂ അവർ പാലിക്കുന്നുണ്ട്. ഓരോരുത്തർ പോകുന്നു, ആരാണോ അടുത്തത് അവരുടെ കൂടെ പോകും. എനിക്ക് തോന്നുന്നു ഇപ്പൊ ശരിക്കും മറ്റാള് പറഞ്ഞ പോലെ ഇവിടെ സീസൺ തുടങ്ങിയിട്ടില്ല തോന്നുന്നു. ചിലപ്പോ നവംബറൊക്കെ ആകുമ്പോഴേക്കും ചിലപ്പോൾ സീസൺ സ്റ്റാർട്ട് ആവുന്നുണ്ടാവും അല്ലേ? അപ്പോഴായിരിക്കും ആളുകൾ കൂടുതൽ വരുന്നത്. ഇത് ഇവിടുത്തെ ലോക്കൽ ഗവൺമെന്റ് ബോട്ട് സർവീസ് പോലെ ഉണ്ട്. ഓക്കെ, എന്നാ നമുക്ക് കിട്ടാലോ. ചിൽക്കലേക്കിന്റെ കാഴ്ചകൾ ഇത്രേ ഉള്ളൂ. നമ്മള് ഇത്ര അല്ലേ ഉള്ളൂ, നമ്മൾ ഇത്ര പോകുന്നുള്ളൂ സമയമില്ലാത്തതുകൊണ്ടും. നല്ല ഭംഗിയുള്ള ആകാശല്ലേ. നമ്മൾ ഓൺ ദ വേയില് പെട്രോൾ ഡീസൽ അടിക്കാൻ നിർത്തിയതാണ്. രാവിലെ ഒരു 1000 രൂപയ്ക്ക് അടിച്ചായിരുന്നു. HP പമ്പ് പോയിക്കാണ്. കാരണം എന്താ പറയുക, നമ്മുടെ HP കാർഡാണുള്ളത്, ക്രെഡിറ്റ് കാർഡ്. അപ്പൊ അതിൽ നമുക്ക് ക്യാഷ് ബാക്ക് കിട്ടുന്നു. സോ HP പമ്പ് പോയിക്ക് വന്നപ്പോൾ അവിടെ 2-3 HP പമ്പുകളെല്ലാം ക്ലോസ്ഡ് ആണ്. ഇപ്പൊ നമ്മള് ഭാരത് പെട്രോളിൽ നിന്ന് അടിക്കുന്നത്. ഇവിടെ 94 രൂപ. ചേട്ടൻ പറഞ്ഞത് ഇവിടുന്ന് 3 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ ആന്ധ്ര ബോർഡർ ആണെന്നാണ്, ആന്ധ്രാപ്രദേശാണ്. ഇപ്പം നമ്മളുള്ളത് ഒറീസ. ഇവിടുന്ന് 3 കിലോമീറ്റർ പോയാൽ ആന്ധ്ര. അപ്പോൾ നമ്മളങ്ങനെ അടുത്ത സ്റ്റേറ്റ് കയറാൻ പോവാണ്. പക്ഷേ ഈ സ്റ്റേറ്റ് ഓൾറെഡി നമ്മൾ കയറിയതാണ്. ഇനി നമ്മൾ പുതിയ സ്റ്റേറ്റൊന്നും കയറില്ല. വീണ്ടും വെൽക്കം ടു ആന്ധ്രാപ്രദേശ്. കഴിഞ്ഞു, എല്ലാ സ്റ്റേറ്റും കഴിഞ്ഞു. ഇനി നമ്മള് ഇനിയൊരു സ്റ്റേറ്റും കാണാനില്ല അല്ലേ? ആ സ്റ്റേറ്റ് അല്ലേ? തെലങ്കാന ടച്ച് ചെയ്യോ? ഓക്കെ, അപ്പൊ നമ്മള് ഇത് ആക്ച്വലി ഒറീസ ആന്ധ്ര ബോർഡർ ആണ്. സ്ഥലത്തിന്റെ പേര് സുമൻഡി. വിശക്കുണ്ട്, റെസ്റ്റോറന്റ് കിട്ടിയാൽ ഫുഡ് കഴിക്കാം. സോ ആന്ധ്രയിൽ നമ്മുടെ ലഞ്ച് ഇട്ടിരിക്കുകയാണ്. മിക്ക ദിവസം ബിരിയാണിയാണ്. അപ്പൊ ഇന്നും ബിരിയാണിയും ചിക്കൻ 65. നമ്മളങ്ങനെ ഇന്നും ബിരിയാണി കഴിച്ചു ഇറങ്ങി. ഇതാണ് ഷോപ്പിന്റെ പേര്, കൊള്ളാം. ഇവിടെ ഒരു ക്യാരക്ടർ ഉണ്ട് കേട്ടോ, പുള്ളി ആവോലി ഫിഷ് ഫ്രൈ കിട്ടുന്നു. സത്യം പറഞ്ഞ ആവോലി എന്ന് പറഞ്ഞാൽ ചങ്കിട് വിളിക്കുന്ന വരൂന്നല്ലേ. ചേട്ടൻ ഭയങ്കര ആത്മാർത്ഥമാണ്. നല്ല വെയിലാണ്, സമ്മതിക്കണല്ലേ. ഏറ്റവും കൂടുതൽ ഗ്രാനൈറ്റ് രാജസ്ഥാനിലാണുള്ളത്. അതിന് ശേഷം പിന്നുള്ളത് ആന്ധ്രയിലാണെന്നാണ് എൻ്റെ അറിവ്. നമ്മുടെ ആ റൈറ്റ് സൈഡിൽ കാണുന്നുണ്ടല്ലേ, അതൊക്കെ ഗ്രാനൈറ്റ് കോറികളാണ്. അല്ലേ കട്ടി കിടക്കുന്നത് അവിടെ കണ്ട മലകളെ കണ്ട വെട്ടിയിരുന്നു. പഞ്ഞിക്കട്ട പോലുണ്ട്, പഞ്ഞിക്കട്ട. റോഡ് ആ റോഡ് സൂപ്പർ ആയിട്ടല്ലേ. മല, മേഘങ്ങൾ, ആകാശം. കൊറേ ഇങ്ങനെ നമുക്ക് ബാംഗ്ലൂർ ഇങ്ങനെ മേഘങ്ങൾ കാണാറില്ലല്ലോ. ബാംഗ്ലൂർ സ്കൈ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണെന്ന് പറയാറുണ്ട്. നമ്മൾ സ്കൈ ബ്യൂട്ടിഫുൾ, പക്ഷെ ഇങ്ങനെ ക്ലൗഡ്സ് അങ്ങനെ കാണാറില്ല. നമ്മളൊന്നാമത് നട്ടിച്ച് നേരത്തെ പുറത്തിറങ്ങാറില്ല, അത് വേറെ കാര്യം. അങ്ങനെ ഓൾമോസ്റ്റ് വിശാഖപട്ടണം എത്തി. ഇതാണ് ഇവിടത്തെ ഇന്റർനാഷണൽ ക്രിക്കറ്റ് സ്റ്റേഡിയം, ACA ഇന്റർനാഷണൽ ക്രിക്കറ്റ് സ്റ്റേഡിയം. വിശാഖപട്ടണത്തിലുള്ള ഏറ്റവും ഫേമസ് സ്റ്റേഡിയങ്ങളൊന്നാണ്. നമ്മൾ വീണ്ടും ബീച്ചിലെത്തി. അടുത്തൊരു കടൽ തീരവും അടുത്തൊരു ബീച്ചും. വിശാഖപട്ടണം, വൈശാഖ്. അങ്ങോട്ട് കപ്പലെടുക്കും. പുതിയില് നമ്മള് ചെറിയ ചെറിയ
മത്സ്യബന്ധന നൗകകളൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ കപ്പലുകൾ, അതുപോലെ തന്നെ സബ്മറൈൻസ് ഒക്കെയാണ് നമ്മൾ കാണാൻ പോകുന്നത്. സോ നമ്മളങ്ങനെ ആന്ധ്രയെത്തി, വണ്ടിയുടെ സൈഡിൽ പാർക്ക് ചെയ്തു. ഇവിടെ നിന്നുള്ള വ്യൂ ഉണ്ടോ? വാവ്, അങ്ങ് ദൂരെ ഒരു കപ്പൽ കിടക്കുന്നുണ്ട്. എന്തൊരു സ്ഥലേ, നല്ല അടിപൊളി കടലും നല്ല അടിപൊളി ബീച്ചും. ഇവിടെ അങ്ങ് പോയിക്കഴിഞ്ഞാൽ അവിടെ സിറ്റി കാണാം. സോ നമ്മളങ്ങനെ വൈശാഖ് അല്ലെങ്കിൽ വിശാഖപട്ടണം എത്തി. റൂം തപ്പി നടന്ന റൂം കിട്ടി. ഇവിടെ കുറച്ച് റൂം ഓപ്ഷൻസ്, നമ്മൾ ബീച്ചിന്റെ സൈഡിലുള്ള റൂം ഓപ്ഷൻസാണ് നോക്കി, അതുകൊണ്ട് കുറച്ച് ഓപ്ഷൻസ് കുറവാണ്. എന്നാലും വലിയ കുഴപ്പമില്ലാത്ത നല്ല റൂം കിട്ടും അല്ലേ. ഇപ്പൊ നമ്മളെ ബീച്ചില് ഒരു ഈവനിങ് വാക്കിന് വന്നിരിക്കുകയാണ്. ഓ കച്ചോടി പഴംപൊരി ചെറുതായിട്ട് വിശപ്പിനകത്ത് കണ്ടല്ലേ. കോണിക്കുണ്ട്, ഒന്നത് വാങ്ങിക്കോ. അവിടെ ബീച്ചൊക്കെ നല്ല ലൈവാണ് കേട്ടോ. അത് നല്ല വൃത്തിയുള്ള ബീച്ച്, നല്ല രസമുണ്ട്. മറൈൻ ഡ്രൈവൊക്കെ നല്ല അടിപൊളിയായിട്ട് നല്ല വൃത്തിക്ക് വരെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഇതുപോലെ നല്ല വൃത്തിയുള്ള സ്ട്രീറ്റ് ഫുഡുകളുണ്ട്. ആക്ച്വലി നമ്മൾ ഇങ്ങനത്തെ ഒരു ബീച്ചായിരുന്നു പുരിയിൽ എക്സ്പെക്ട് ചെയ്തത്, പക്ഷെ ഇവിടെയാണ് കിട്ടിയത്. വിശാഖപട്ടണം ബീച്ച് ഈസ് നൈസ്. അങ്ങ് ആ കാണുന്നില്ലേ, അതാണ് വിശാഖപട്ടണം പോർട്ട്. ബീച്ച് നല്ല ലൈവാണല്ലേ. സമയം എത്രയായിട്ടുള്ളൂ അറിയോ? 7:30 ആവുന്നുള്ളൂ. സോ ദിസ് ഈസ് ദ ഫേമസ് വിശാഖപട്ടണത്തിലുള്ള വൺ ഓഫ് ദ മെയിൻ ബീച്ച് അല്ലേ, ആർക്കെ ബീച്ച്. ഇവിടെ കാണുന്നത് പോർട്ട്, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ പോർട്ട്. പിന്നെ ഇവിടെ ഫുള്ള് ഒരുപാട് ബിൽഡിങ്സ് ഉണ്ട്, പക്ഷെ സ്റ്റേ ഓപ്ഷൻസ് വളരെ കുറവാണല്ലേ. സ്റ്റേ ഓപ്ഷൻസ് കുറവാണ്. നമ്മൾ പാർക്ക് ചെയ്തതിൻ്റെ അവിടെയാണ് മ്യൂസിയം ഒക്കെ ഉള്ളത്. അതായത് ഭയങ്കര ITC മാരിയറ്റ് ഒക്കെ പോലെ വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള സാധനങ്ങൾ, അല്ലെങ്കിൽ മറ്റേ ഗസ്റ്റ് ഹൗസ്, ഇതിന്റെ മീഡിയത്തിലുള്ള സാധനങ്ങളില്ല. അതാണ് നമുക്ക് വേണ്ടത്. ഒരു 2000-3000 റേഞ്ചിലൊക്കെ ഉള്ള നല്ല ഹോട്ടൽസ് ഇല്ല. സബ്മറൈൻ മ്യൂസിയം, അതുപോലെ തന്നെ ഒരു എയർക്രാഫ്റ്റ് മ്യൂസിയം, ഇതെല്ലാം ഇവിടെ തൊട്ടടുത്താണ്. ഇതൊക്കെ നാളെ രാവിലെ നമുക്ക് കാണാം. തിരക്കനുസരിച്ചിട്ട് നല്ല തിരക്കുണ്ട്, കാരണം പൂജ സീസൺ ആയതുകൊണ്ട് നല്ല തിരക്കാണ്. ഒരുപാട് ക്യൂ ഒക്കെ നിൽക്കുന്നുണ്ട്. നാളെ രാവിലെ എന്തായാലും വരാം. തിരക്കനുസരിച്ച് എന്തായാലും സബ്മറൈൻ മ്യൂസിയം എന്തായാലും കാണാം. ബാക്കിയൊക്കെ നമ്മുടെ ഇതനുസരിച്ച് നമുക്ക് നോക്കി കാണാം. നല്ല ഫുഡ് ഓപ്ഷൻ ഉണ്ട് കേട്ടോ. തൊട്ട് അവിടെ കാണുന്ന എല്ലാം നല്ല റെസ്റ്റോറൻ്റാണ്. ഇന്ന് നമുക്ക് നല്ലൊരു സീ ഫുഡ് കഴിക്കണം. എന്നെങ്കിലും കിട്ടുമോ? ആക്ച്വലി പുരിയിൽ നിന്ന് അങ്ങനെ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു, പക്ഷെ നല്ല ഫുഡൊന്നും കിട്ടിയില്ല. സീ ഫുഡ് ഉണ്ട്, പക്ഷെ അവരുടെ ടേസ്റ്റ് അത് നമുക്ക് ഇഷ്ടമാവില്ല. അപ്പം ഇന്ന് നമുക്ക് ഡിന്നർ സീ ഫുഡ് നോക്കാം. നമുക്ക് ബീച്ചിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ഈ ഷ്രിമ്പ് അല്ല ഈ പ്രോൺസ് ഇങ്ങനെ കഴിക്കണം എന്നുള്ളത് ഭയങ്കരമായിട്ടുള്ള എന്താ പറയുക ഒരു ആഗ്രഹമാണ് അല്ലേ. ബീച്ചിൽ വന്ന ബീച്ച് ഫുഡ് സീ ഫുഡ് കഴിക്കണം. ഇതിൻ്റെ അടുത്ത് തന്നെയുള്ള ഈ ഒരു ഹോട്ടൽ കിട്ടി, വിൻഡീസ് ഫാമിലി റെസ്റ്റോറൻറ്റ്. നമ്മൾ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ആന്ധ്ര സ്റ്റൈൽ പ്രോൺസ് ഫ്രൈ. ഹൗ ഈസ് ഇറ്റ്? നോട്ട് ബാഡ്. ഞാൻ പറയില്ല അത്ര അടിപൊളിയൊന്നുമില്ല. ഇത്ര അടിപൊളിയൊന്നുമല്ല, പക്ഷെ കമ്പാരിറ്റീവ്ലി ഗുഡ്. ഇന്നലെ കഴിച്ചതിനെ വെച്ച് നോക്കുമ്പോൾ ഗുഡ്. നമ്മുടെ ചപ്പാത്തി റൊട്ടിയും വന്നു, ആന്ധ്ര സ്റ്റൈൽ ചിക്കൻ കറി വന്നു. ഫുഡ് കൊള്ളാല്ലേ. ഇത് കണ്ട എന്തായാലും കിളി പോവും. ഇതിലേത് പോയി എപ്പോഴെന്നിരിക്കും എന്തെങ്കിലും അത്യാവശ്യം വന്നാൽ ആ നിലയോട് ശബ്ദപ്പെടോ ചോദിച്ചപ്പോൾ ഈ റൂം ചെന്നാണ്. ദിസ് ഇസ് ദ റൂം വിത്ത് എ വ്യൂ.